കിടപ്പാടം വിറ്റെങ്കിലും മോക്ക് കല്യാണം നടത്തി കൊടുക്കാൻ. എന്നിട്ട് നീ കല്യാണം കഴിഞ്ഞ് പൊടി നെട്ടി അങ്ങ് പോവും, ഞങ്ങൾ കടത്തന്നെ കിടക്കുവോ? നിങ്ങളിങ്ങനെ കാട് കയറി ചിന്തിക്കാതെ. അച്ഛാ, ഇപ്പൊ ഈ വീട് വിറ്റ നല്ല വില കിട്ടും. പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ജോലിക്ക് പോകും. പിന്നെ നിങ്ങളുടെ കാര്യം ഞാൻ നോക്കൂലേ? ഈ വീട് നിനക്കും പൂജയ്ക്കും കൂടി ഉള്ളതാണെന്ന് പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ. എനിക്ക് അവരുടെ അടുത്ത് ചോദിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റൂല. എന്തിന്? അവക്കും ഭർത്താവിനും ജോലിയുണ്ട്. പിന്നെ കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു തന്നെയല്ലേ കല്യാണം കഴിപ്പിച്ച് വിട്ടത്. അതുകൊണ്ട് ഈ വീട്ടിൽ ഇനി അവർക്ക് ഒരു അവകാശവും ഇല്ല. ഇപ്പോഴും കെട്ടിച്ചു വിട്ട മോളെ കുറിച്ചാണ് നിങ്ങൾക്ക് ആദ്യം. നിങ്ങൾ തന്നെ എന്നെ പ്രസവിച്ചത്. മതി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഇതെല്ലാം നിനക്ക് നാളെയും ഓർമ്മ വേണം. നീ ആയതുകൊണ്ട് ഞങ്ങളെ നോക്കുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. അച്ഛാ, നിങ്ങൾ താമസിക്കുന്ന വീട് വിറ്റിട്ട് ഈ കല്യാണം നടത്താൻ പറ്റുള്ളൂന്നുണ്ടെങ്കിൽ നിങ്ങളെ സമ്മതിക്കേണ്ട കാര്യമില്ല. കുറച്ചുകൂടെ സാമ്പത്തികമൊക്കെ ആയിട്ട് പോരായിരുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. 10-75 പവനെ കിട്ട് കല്യാണം നടത്തണമെങ്കിൽ ഇന്നല്ല പിന്നെ എന്നായാലും വീട് വിറ്റേ നടത്താൻ പറ്റുള്ളവരുടെ. ഈ കല്യാണം ഉറപ്പിച്ച സമയത്ത് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഇത്രയൊക്കെ ഇടാൻ പറ്റുമെന്ന്. എന്തിടും എത്ര ഇടുമെന്ന് നിങ്ങൾ തന്നെയല്ലേ ചോദിച്ചത്. നിന്നോട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞല്ലേ ശ്രേയെ, അച്ഛന്റെ അവസ്ഥയൊക്കെ കണ്ട് മനസ്സിലാക്കി മാത്രം മതി ഇതെന്ന്. ഞാനും എന്റെ അമ്മയും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഒന്നും വാങ്ങാതെ തന്നെ കല്യാണം കഴിക്കണമെന്നുള്ളത്. അത് നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യം വരുമെന്ന് കരുതിയിട്ട്. എന്തായാലും ആ തെറ്റിദ്ധാരണ അങ്ങ് മാറിയല്ലോ മോനെ. ഈ കാലത്ത് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് എന്റെ മോളെ കെട്ടിച്ചേക്കാൻ കഴിയണത് എന്റെ ഭാഗ്യം. പക്ഷെ ഇനി എന്തായാലും ഇവിടെ കെട്ടാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പോഴും ഇവിടെ പറഞ്ഞത് കേട്ടോ, ഞങ്ങളുടെ ഭാവിയെ പറ്റി ആലോചിച്ചിട്ടാണ്. ഈ വീടും പറ്റി കടവും മറിച്ച് നിന്റെ കല്യാണം നടത്താൻ പോകുന്ന ഇവരുടെ ഭാവിയെ പറ്റി നീ ആലോചിച്ചോ? നിന്റെ അച്ഛനും അമ്മയും റോഡിൽ കിടന്നാലും കുഴപ്പമില്ല, നിനക്ക് നിന്റെ സൈഡ് സേഫ് ആക്കണം അല്ലേ?